സംസ്ഥാനത്ത് കുട്ടികളിലും യുവാക്കളിലും വർദ്ധിച്ചുവരുന്ന അക്രമവാസനയ്ക്കും ലഹരി ഉപയോഗത്തിനുമെതിരെ സന്ദേശമുയർത്തിയായിരുന്നു തലസ്ഥാന നഗരിയിലെ ഈദ്ഗാഹ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊല, കോഴിക്കോട് വിദ്യാർത്ഥിയുടെ കൊലപാതകം എന്നിവയും പരാമർശിച്ചായിരുന്നു പാളയം ഇമാം ഡോക്ടർ വി.പി. സുഹൈബ് മൗലവിയുടെ പ്രഭാഷണം. മതസ്വാതന്ത്ര്യത്തിനെതിരാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലെന്ന് പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവി പെരുന്നാൾ ദിന സന്ദേശത്തിൽ പറഞ്ഞു. മതനിരപേക്ഷ മനസ്സുള്ള എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും പാളയം ഇമാം ആവശ്യപ്പെട്ടു. സമൂഹത്തിന്റെ സമാധാനത്തിന് വിഘാതം തട്ടിക്കുന്ന രീതിയിൽ ലഹരിയും അക്രമവുമെല്ലാം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ നമ്മുടെ ഭരണകൂടങ്ങളും മാധ്യമങ്ങളുമെല്ലാം ശക്തമായ ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ്. ഈ ക്യാമ്പയിനുകളെയെല്ലാം പിന്തുണക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ലഹരി വിരുദ്ധ പ്രചാരണങ്ങളിൽ വിശ്വാസി സമൂഹം മുൻപന്തിയിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. കാരണം ലഹരിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരി അടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. ദൈവമാർഗത്തിൽ വഖഫ് ചെയ്യാൻ ഏത് മുസ്ലിമിനും അവകാശമുണ്ടെന്നിരിക്കെ ബില്ലനുസരിച്ചുകൊണ്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർക്ക് 5 വർഷം കഴിഞ്ഞ് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. ഉമ്മത്തിന്റെയും അതുപോലെ തന്നെ വഖഫിന്റെയും താല്പര്യത്തിന് നിരക്കാത്ത എത്രയോ കാര്യങ്ങൾ പുതിയ ബില്ലിലുണ്ട് എന്നുള്ളതാണ്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനത് കാരണമാവും. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വഖഫ് സ്വത്തുക്കളിൽ ഇടപെടാൻ ഈ ബില്ല് കൂടുതൽ അവസരമൊരുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ബില്ല് കൂടിയാണെന്ന് അറിയിക്കുകയാണ് സഹോദരങ്ങളെ. മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമ്പത്തികവും മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവണം.